അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അത് ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ. ഇപ്പോൾ ഈ ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ പ്രോഡക്ട്സും ഡ്രസ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരാണ്. ശരിക്കും അതൊരു പ്രശ്നമാണോ? അത് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ചും ചില ഫംഗൽ ഇൻഫെക്ഷൻസ് റിക്കറൻ്റ് ആയിട്ട് വരാനുള്ള പ്രധാന കാരണം ഈ ഡ്രസ്സസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം ടവൽസ് ഷെയർ ചെയ്യും, ഈവൻ സോപ്പ് വരെ, സ്നേഹം പ്രകടിപ്പിക്കുന്നത് വരെ സോപ്പ് ഷെയർ ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് വന്ന ഫംഗസ്, അതായത് ഒരാളുടെ ദേഹത്ത് ഫംഗസ് ഉണ്ട്, അയാൾ ഉപയോഗിച്ച സോപ്പ് മറ്റൊരാൾ ഉപയോഗിക്കുകയാണെങ്കിൽ അയാൾക്ക് ഡെഫിനറ്റ്ലി കിട്ടും. കാരണം സോപ്പിന് സ്വന്തമായി ക്ലീൻ ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, ആ ഫംഗസ് ട്രാൻസ്ഫർ ആവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെയാണ് ഡ്രസ്സസ് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അവർ വാഷ് ചെയ്തിട്ടാണ് തന്നതെങ്കിലും അത് എങ്ങനെയാണ് വാഷ് ചെയ്തെന്നുള്ളത് നമുക്കറിയില്ല അല്ലേ. പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് നന്നായി ചൂടുവെള്ളത്തിലിട്ട് കഴുകിയിട്ടില്ലെങ്കിൽ ഫംഗസ് എന്തായാലും ഉണ്ടാവും. ഇപ്പം ചില ആൾക്കാർക്കുണ്ട് ഈ ചരടും നൂലും ഒക്കെ കെട്ടി നടക്കുന്നത്, ചെറിയ സീക്രട്ട് ത്രെഡ്സ് ഒക്കെ കെട്ടി നടക്കുന്നത്. അപ്പം നമ്മൾ ഫംഗസിന് ട്രീറ്റ് ചെയ്യുമ്പോഴും ഈ ചരടിന്റെയും ത്രെഡിന്റെയും മുകളിലുള്ള ഫംഗസ് ചിലപ്പോൾ പോയിക്കൊള്ളുന്നില്ല. അപ്പോൾ അവിടുന്ന് പിന്നെ റീഇൻഫെക്ഷൻ വരും. അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതെല്ലാം റിമൂവ് ചെയ്യാൻ പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. അത് ശ്രദ്ധിക്കുകയും വേണം. ഓക്കെ.